നാളെയാണ് പുതുവർഷത്തിലെ ആദ്യത്തെ പൗർണമി, പുഷ്യ പൗർണമി ആയതുകൊണ്ട് മക്കളുള്ളവർ തീർച്ചയായും 6:15 മുൻപ് ഈ പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ ദോഷം വരും. നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തിൽ പുഷ്യ പൗർണമി തിഥിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നാളെ വരാനിരിക്കുന്ന പൗർണമി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ഈ പുതുവർഷത്തിൽ വരുന്ന ആദ്യത്തെ പൗർണമിയാണ്. ഏത് വർഷത്തിലായാലും ആദ്യത്തെ ഉത്സവം അല്ലെങ്കിൽ ആദ്യത്തെ തിഥി ജീവിതത്തിൽ ഒരു വർഷം മുഴുവൻ സ്വാധീനം ചെലുത്തും. അതുകൊണ്ടാണ് ഈ പൗർണമി വളരെ ശക്തിയുള്ളതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പൗർണമി ദിവസം മക്കളുള്ളവർ നിർബന്ധമായും ഒരു പരിഹാരം ചെയ്യണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഈ പൗർണമി ദിവസം മക്കളുള്ളവർ ഈ പരിഹാരം ചെയ്താൽ അവർക്കുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകും. കാരണം ഈ പരിഹാരം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കും. ഇത്രയും കാലം ഈ പൗർണമി ദിവസം മക്കളുള്ളവർ നിർബന്ധമായും ചെയ്യേണ്ട ആ പരിഹാരം എന്താണ്, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം മക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഈ പൗർണമി ദിവസം വൈകുന്നേരം 6:15 മുമ്പ് ഈ ചെറിയ പരിഹാരം തീർച്ചയായും ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നു. അതുപോലെ മക്കളുള്ള എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ പങ്കിടുക. നിങ്ങൾക്ക് വലിയ പുണ്യം ലഭിക്കും. നമ്മുടെ ഭാരതത്തിൽ മക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. പുത്രസന്താനം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പുണ്ണാമ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. വംശത്തെ ഉദ്ധരിക്കാനും മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ താങ്ങായിരിക്കാനും മരണശേഷം സദ്ഗതികൾ നൽകാനും മകൻ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ലോകത്ത് എല്ലാവർക്കും മക്കൾ ഉണ്ടാകില്ല. അത് ആ ദൈവത്തിന്റെ തീരുമാനമാണ്. ചിലർക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടാകൂ, മറ്റു ചിലർക്ക് സന്താനങ്ങളെ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ളവർ മക്കളുള്ളവരെ കാണുമ്പോൾ മനസ്സിൽ അറിയാതെ ഒരുതരം അസൂയ ഉണ്ടാകുന്നു. ഇവർക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന ദുഃഖം അവരിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ളവരുടെ നോട്ടം, അതായത് മനുഷ്യന്റെ ദൃഷ്ടി ഏറ്റാൽ കറുത്ത കല്ലും പൊട്ടും എന്ന് പറയാറില്ലേ? അതുപോലെ നമ്മുടെ കുട്ടികളിലും ഈ ദൃഷ്ടിയുടെ പ്രഭാവം തീവ്രമായിരിക്കും. അതുകൊണ്ടാണ് മക്കളുള്ളവർക്ക് ശത്രുക്കളെക്കാൾ ഈ ദൃഷ്ടിദോഷം കൊണ്ടാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ദുർനോട്ടങ്ങൾ കാരണം, അസൂയ കാരണം ആൺകുട്ടികൾക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ചെറിയ കാര്യങ്ങൾക്കു പോലും ദുർബലരായി പോകുക, എന്തോ അറിയാത്ത ഭയം ആവരണം ചെയ്യുക തുടങ്ങിയവ സംഭവിക്കാറുണ്ട്. പ്രധാനമായും ഈയിടെയായി നമ്മൾ കാണുന്നുണ്ട് ചെറിയ പ്രായത്തിൽ വാഹന അപകടങ്ങൾ സംഭവിക്കുന്നതും അപ്രതീക്ഷിത അപകടങ്ങൾ നേരിടുന്നതും കൂടുതലും ആൺകുട്ടികളുടെ കാര്യത്തിലാണ് സംഭവിക്കാറുള്ളത്. ചില കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകാറുണ്ട്. മറ്റു ചിലർ എത്ര കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല, എപ്പോഴും ക്ഷീണിതരായിരിക്കും. ഇവയെല്ലാം കേവലം അനാരോഗ്യം കൊണ്ടുമാത്രമല്ല, അവരുടെ മേലുള്ള ദൃഷ്ടിദോഷം, ഗ്രഹദോഷങ്ങൾ എന്നിവ കൊണ്ടും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിലെ ആദ്യ പൗർണമി ദിനത്തിൽ ഈ അപകടങ്ങളെ ഇല്ലാതാക്കാൻ ഒരു അത്ഭുതകരമായ പരിഹാരമുണ്ട്. ഈ പരിഹാരം 5 വയസ്സു മുതൽ 55 വയസ്സുവരെ പ്രായമുള്ള മക്കളുള്ള എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മകൻ ചെറിയ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വിവാഹിതനായി കുട്ടികളുള്ള ആളാണെങ്കിലും അമ്മയെന്ന നിലയിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്താൽ അവരുടെ മേലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. നാളെ വൈകുന്നേരം 6:15 ഈ പരിഹാരം പൂർത്തിയാക്കണം. ഇതിനായി നിങ്ങൾക്ക് വലിയ ചെലവുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ
വീട്ടിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഈ പരിഹാരം ചെയ്യാൻ ആവശ്യമായ വസ്തുക്കളും രീതിയും വളരെ ലളിതമാണ്. എന്നാൽ ഇതിന് പിന്നിലുള്ള ശാസ്ത്രീയവും ആത്മീയവുമായ ശക്തി അനന്തമാണ്. ആദ്യം ഒരു ചെറിയ മൺവിളക്ക് എടുക്കുക. മൺവിളക്ക് ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. വീട്ടിലുള്ള ഒരു ചെറിയ സ്റ്റീൽ പാത്രമോ ചെമ്പ് പാത്രമോ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മൺവിളക്കിന് സ്വാഭാവികമായും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയുള്ളതുകൊണ്ട് അതാണ് ശ്രേഷ്ഠം. ഇപ്പോൾ ആ വിളക്കിലോ പാത്രത്തിലോ കുറച്ച് കല്ലുപ്പ്, അതായത് കല്ലുപ്പ് ഇടുക. കടലുപ്പിനുള്ള ശക്തി സാധാരണമായതല്ല. നമ്മുടെ ചുറ്റുമുള്ളതോ നമ്മുടെ വീട്ടിലുള്ളതോ ആയ ഏത് നെഗറ്റീവ് എനർജിയെയും, അതായത് പ്രതികൂല ശക്തിയെയും വലിച്ചെടുക്കാൻ അത്ഭുതകരമായ കഴിവ്, ദൃഷ്ടി മാറ്റാനുള്ള കഴിവ് ഉപ്പിനുണ്ട്. അതുകൊണ്ടാണ് ദൃഷ്ടി മാറ്റുന്നതിൽ ഉപ്പിന് പ്രഥമ സ്ഥാനം നൽകുന്നത്. ആ ഉപ്പ് ഇട്ട ശേഷം അതിനു മുകളിൽ കുറച്ച് കടുക് ഇടുക. കടുക് ദുഷ്ടശക്തികളെയും ക്ഷുദ്രപീഡകളെയും അടുപ്പിക്കില്ല എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ ദോഷങ്ങൾ ഓടിപ്പോകുമെന്ന് വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് കടുകിട്ട ശേഷം ഒരു ഉണക്കമുളക് അതിൽ വെക്കുക. മുളകിന്റെ എരിവ് ദൃഷ്ടിദോഷത്തിന്റെ തീവ്രത വലിച്ചെടുക്കും. ഇവയ്ക്കെല്ലാം മുകളിൽ ഒരു നല്ല പുതിയ നാരങ്ങ വെക്കുക. ഓർക്കുക, നാരങ്ങ ചീഞ്ഞതോ കറുത്ത പാടുകളോ ഉള്ളതായിരിക്കരുത്. പച്ചയും പുതിയതുമായ നാരങ്ങ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ മാത്രമേ ഫലം പൂർണ്ണമാകൂ. ഇപ്പോൾ ആ നാരങ്ങയുടെ മുകളിൽ അവസാനമായി ഒരു ചെറിയ കർപ്പൂരവില്ലയും വെക്കുക. കർപ്പൂരം ദൈവത്വത്തിന്റെ പ്രതീകമാണ്. അത് കത്തുമ്പോൾ വരുന്ന ജ്വാല എല്ലാ മാലിന്യങ്ങളെയും ദഹിപ്പിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കുന്നു. നിങ്ങളുടെ മകനെ വീടിന് പുറത്ത്, അതായത് പ്രധാന വാതിലിന് പുറത്തോ ഉമ്മറപ്പടിക്ക് പുറത്തോ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള തറയിലോ ഇരുത്തുക. സാധ്യമാകുന്നിടത്തോളം നിങ്ങളുടെ മകൻ കിഴക്ക് ദിശയിലേക്ക് മുഖം തിരിച്ച് ഇരിക്കുന്നത് കൂടുതൽ നല്ലതാണ്. കാരണം കിഴക്ക് ദിശ സൂര്യഭഗവാന്റെ ദിശയാണ്. അത് ആരോഗ്യത്തിന്റെയും തേജസ്സിന്റെയും പ്രതീകമാണ്. ഇപ്പോൾ ആ നാരങ്ങയുടെ മുകളിലുള്ള കർപ്പൂരം ഭക്തിയോടെ കത്തിക്കുക. ആ ജ്വാല കത്തുമ്പോൾ ആ വിളക്കോ പാത്രമോ നിങ്ങളുടെ 2 കൈകളാൽ പിടിച്ച് നിങ്ങളുടെ മകനെ ചുറ്റി 3 തവണ ദൃഷ്ടി ഒഴിയുക. തല മുതൽ പാദം വരെ ഘടികാരസൂചി കറങ്ങുന്ന ദിശയിൽ 3 തവണ കറക്കുക. അതിനുശേഷം വീണ്ടും വിപരീത ദിശയിൽ, അതായത് ആന്റിക്ലോക്ക് വൈസിൽ 3 തവണ കറക്കുക. അവസാനമായി മുകളിൽ നിന്ന് താഴേക്ക്, അതായത് തല മുതൽ കാൽ വരെ 3 തവണ ദൃഷ്ടി ഒഴിയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും വെക്കരുത്. നിങ്ങളുടെ മകന്റെ ക്ഷേമം മാത്രം ആഗ്രഹിക്കുക. എന്റെ ദൈവമേ, എന്റെ മകന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും, നരദോഷങ്ങളും, ഗണ്ഡങ്ങളും, ദോഷങ്ങളും, അസൂയയും എല്ലാം നീങ്ങിപ്പോകണം. അവൻ 100 വർഷം ആരോഗ്യവാനും ഐശ്വര്യവാനും സന്തോഷവാനുമായിരിക്കണം എന്ന് ദൈവത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കല്പത്തേക്കാൾ വലിയ ശക്തി ഈ ലോകത്ത് മറ്റൊന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. ഇങ്ങനെ ദൃഷ്ടി മാറ്റിയെടുത്തതിന് ശേഷം ആ വിളക്കിലെ സാധനങ്ങൾ എടുത്ത് ആരും ചവിട്ടാത്ത ഒരിടത്ത്, ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലോ കളയുക. തുളസി ചെടിയിൽ മാത്രം കളയരുത്. നാരങ്ങ മാത്രം 2 മുറിച്ച് ദൃഷ്ടി മാറിയെന്ന് കരുതി 2 വശത്തേക്കും ദൂരേക്ക് എറിയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മകനിലുള്ള ദുഷ്പ്രഭാവം, മറ്റുള്ളവരുടെ അസൂയ, ദൃഷ്ടി എല്ലാം ആ കർപ്പൂരത്തോടൊപ്പം കത്തിച്ചാമ്പലായി പോകും. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ദൃഷ്ടി മാറ്റിയെടുക്കുന്നതിലൂടെ അവർ കൂടുതൽ കുസൃതി കാണിക്കാതെ പറയുന്നത് കേട്ട് അനുസരണയോടെ ഇരിക്കും. ഭക്ഷണം ശരിയായി കഴിക്കും. ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത് കുറയും. പ്രധാനമായും അവർ ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കും. ഇനി മുതിർന്നവരുടെ കാര്യത്തിലേക്ക് വന്നാൽ, പല ആൺകുട്ടികൾക്കും ജോലികളിൽ അകാരണമായി
തടസ്സങ്ങൾ വരാറുണ്ട്. കയ്യിൽ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പരിഹാരം ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങും. ബിസിനസ്സിൽ ലാഭങ്ങൾ വരും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏകാഗ്രത വർദ്ധിച്ച് പഠനത്തിൽ അത്ഭുതകരമായി ശോഭിക്കും. ഈ പൗർണമിക്ക് വളരെ സവിശേഷമായ ശക്തിയുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മുതൽ 6:15 വരെ ഈ സമയത്ത് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ സകല ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കും. ചന്ദ്രന്റെ അനുഗ്രഹവും ലഭിക്കും. ജ്യോതിശാസ്ത്രം അനുസരിച്ച് ചന്ദ്രൻ മനസ്സിന്റെ കാരകനായതുകൊണ്ട് ഈ പരിഹാരം വഴി കുട്ടികൾക്കും മുതിർന്നവർക്കും മനഃശാന്തി ലഭിക്കും. അനാവശ്യമായ ഭയങ്ങളും ഉത്കണ്ഠകളും കുറയും. മക്കളുള്ള ഓരോ അമ്മയും ഈ അത്ഭുതകരമായ അവസരം നഷ്ടപ്പെടുത്തരുത്. കാരണം ഇത് ഈ വർഷത്തിലെ ആദ്യത്തെ പൗർണമിയാണ്. തുടക്കം നന്നായിരുന്നാൽ എല്ലാം നന്നായിരിക്കും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വർഷത്തിലെ ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യ പൗർണമി നാളിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ആ വർഷം മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആപത്തും വരാതെ ആ ഭഗവാൻ ഒരു രക്ഷാകവചം പോലെ കാത്തുസൂക്ഷിക്കും. ഓർക്കുക, സമയം വളരെ പ്രധാനമാണ്. നാളെ വൈകുന്നേരം സന്ധ്യാസമയം കഴിയുന്നതിനു മുമ്പ്, അതായത് 5 മുതൽ 6:15 വരെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ആ സമയം രാക്ഷസ് ഘടികകൾ വരുന്നതിനു മുമ്പ് ചെയ്യുന്ന പവിത്രമായ സമയമാണ്. ഈ പരിഹാരത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം വളരെ സാത്വികമായവയും നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നവയുമാണ്. ഉപ്പ്, കടുക്, ഉണക്കമുളക്, നാരങ്ങ, കർപ്പൂരം എന്നിവയെല്ലാം താന്ത്രികവും ജ്യോതിശാസ്ത്രത്തിലും നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ ഉപയോഗിക്കുന്ന അത്യന്തം ശക്തമായ വസ്തുക്കളാണ്. സാധാരണ ദിവസങ്ങളെക്കാൾ ഈ പൗർണമി തിഥിയിൽ ഇവയ്ക്ക് ഇരട്ടി ശക്തിയുണ്ടാകും. അതുകൊണ്ട് ഈ സമയം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ശ്രമം അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിയേക്കാം. നിങ്ങൾ ഈ പരിഹാരം ചെയ്ത ശേഷം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും നിങ്ങളുടെ കുട്ടികളിൽ വരുന്ന മാറ്റം. അവരുടെ മുഖത്ത് ഒരുതരം തേജസ്, കണ്ണുകളിൽ ഉത്സാഹം, പെരുമാറ്റത്തിൽ മാറ്റം എന്നിവ വ്യക്തമായി കാണാം. നമ്മുടെ കുട്ടികളുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഒരു സംശയവും കൂടാതെ പൂർണ്ണ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ ചെറിയ കാര്യം പൂർത്തിയാക്കുക. ആ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പൗർണമി നിങ്ങളുടെ വീട്ടിൽ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നിറയ്ക്കണമെന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മക്കൾ ഉന്നത നിലയിലെത്തി അഭിവൃദ്ധി പ്രാപിച്ചാൽ അതിനേക്കാൾ മാതാപിതാക്കൾക്ക് മറ്റെന്തു വേണം? അതുകൊണ്ട് അശ്രദ്ധ കാണിക്കാതെ നാളെ വൈകുന്നേരം ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക. അവസാനമായി ഒരു വാക്ക്: ഈ വിവരങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞ് നിർത്തരുത്. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മക്കളുള്ള എല്ലാ അമ്മമാർക്കും ഈ വിവരം പങ്കുവയ്ക്കുക. കാരണം ഒരു നല്ല കാര്യം പങ്കുവയ്ക്കുന്നത് 4 പേർക്ക് നന്മ ചെയ്യുന്നത് ഒരുതരം പുണ്യമാണ്. എല്ലാവരും നന്നായിരിക്കണം. അതിൽ നമ്മുടെ കുട്ടികളും ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് മക്കളുള്ള എല്ലാവരും ഈ പരിഹാരം മറക്കാതെ അനുഷ്ഠിച്ച് നല്ല ഫലങ്ങൾ നേടി നിങ്ങളുടെ മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക. അത്യന്തം ശക്തമായ പുഷ്യ പൗർണമി വരുന്നു. ഇങ്ങനെയുള്ള ശക്തമായ ദിവസം ദേവതകൾ അവരുടെ ശക്തികളെ ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കുന്നു എന്നും ഭക്തിയോടെ ആ ശക്തിയെ ഉൾക്കൊള്ളണം എന്നും നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിവസം എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ഇത് ഒന്ന് കഴിച്ചാൽ മതി. ജന്മജന്മാന്തരങ്ങളിലെ ദാരിദ്ര്യം മാറി നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ പുഷ്യ പൗർണമി ദിവസം കഴിക്കേണ്ട ആ പദാർത്ഥം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഓരോ മാസത്തെയും
നിർണയം ആ മാസത്തിലെ പൗർണമി ദിവസം വരുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ചന്ദ്രൻ പൗർണമി ദിവസം പുഷ്യമി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ വരുന്ന മാസം പുഷ്യമാസം. പുഷ്യ എന്ന വാക്കിന് പോഷണശക്തിയുള്ളത് എന്നാണ് അർത്ഥം. പുഷ്യ പൗർണമിയെ മഹാപൗഷി എന്നും പറയുന്നു. അതുപോലെ ഹിമശോധന പൗർണമി എന്നും വിളിക്കാറുണ്ട്. പണ്ടുകാലത്ത് കർഷകർ ഈ ദിവസം വലിയ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. കർഷകർക്ക് വിളവെടുപ്പ് സമയമായതുകൊണ്ട് ധാന്യലക്ഷ്മി ധനലക്ഷ്മി രൂപേണ വിഷ്ണു സഹിത ശ്രീ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കാറുണ്ട്. പുഷ്യ പൗർണമി ദിവസം ആരെല്ലാം വിഷ്ണു സഹിത മഹാലക്ഷ്മിയെ പൗർണമി ഘടികളിൽ വൈകുന്നേരം ഭക്തിശ്രദ്ധകളോടെ പൂജിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ എതിരില്ല. ഇങ്ങനെ ലക്ഷ്മീനാരായണന്മാരെ നിങ്ങളുടെ വീട്ടിൽ പൂജിക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ ശുഭങ്ങളും ഉണ്ടാകും. ആ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കാരണം കടങ്ങൾ തീർന്ന് അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാകും. ലക്ഷ്മീനാരായണന്മാരെ പ്രസന്നരാക്കാൻ പുഷ്യ പൗർണമി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പുഷ്യ പൗർണമി ദിവസം വൈകുന്നേരം ലക്ഷ്മീനാരായണന്മാരുടെ ചിത്രത്തിനു മുന്നിൽ കഴിവനുസരിച്ച് പൂജ ചെയ്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 21 തവണ ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. അത്രയും ശക്തമായതാണ് ഈ പൗർണമി. ഇനി ഈ ദിവസം ശിവപാർവതികളെ ആരാധിക്കുന്നത് വഴി അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് അഷ്ടൈശ്വര്യങ്ങളോടെയും ഭോഗഭാഗ്യങ്ങളോടെയും ജീവിക്കാം. ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദീപദാനം ശിവൻ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ദിവസം ശിവപാർവതികളെ പൂജിച്ച് ഒരു കൂവളത്തില സമർപ്പിച്ചാൽ മതി. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. അത്രയും ശക്തി ഈ പുഷ്യ പൗർണമിക്കുണ്ട്. ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ദിവസങ്ങളായി ഒരു നല്ല സമയം ഒരുങ്ങാൻ ഒരു നല്ല ദിവസത്തിനായി കാത്തിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസമാണ് പുഷ്യ പൗർണമി. ഒരുപാട് ദേവതകളുടെ ശക്തി, യക്ഷിണി ശക്തി, ഗന്ധർവ ശക്തി, ദേവാദി ദേവതകളെ ആകർഷിക്കണമെങ്കിൽ ചില നക്ഷത്രങ്ങൾ ഉള്ള സമയങ്ങളിൽ മാത്രമേ അത് സാധ്യമാകൂ. അങ്ങനെയുള്ള അത്ഭുതകരമായ സമയമാണ് ഈ പുഷ്യ പൗർണമി. ഇന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രം ഒരു തവണ ചൊല്ലിയാൽ പോലും അത് 1000 ഇരട്ടി അധിക ഫലങ്ങൾ നൽകും. ഇന്ന് ആരെങ്കിലും തുളസിച്ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വെള്ളം ഒഴിച്ചാൽ അവർക്ക് ലഭിക്കുന്ന യോഗം വാക്കുകളിൽ പറയാൻ സാധ്യമല്ല. അത്രയും പുണ്യം ലഭിക്കും. ഇന്ന് തുളസി ചെടി നട്ട് വെള്ളം ഒഴിച്ചാൽ ദീർഘകാല രോഗങ്ങൾ മാറും. ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും. പലരും വീട്ടിൽ തുളസിത്തർ സ്ഥാപിക്കാൻ നല്ല ദിവസം എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പുഷ്യ പൗർണമി ദിവസം തുളസിത്തറ സ്ഥാപിക്കാം. വളരെ ശക്തിയുള്ള ഈ പുഷ്യ പൗർണമി ശനിദേവൻ വളരെ ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഈ ദിവസം രാവിലെ അതിരാവിലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനിദേവന്റെ വിഗ്രഹത്തിൽ എണ്ണ ഒഴിക്കുക. ഇത് സൂര്യോദയത്തിനു മുമ്പ് ചെയ്യണം. അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് മുമ്പ് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങളിൽ ശനിദേവന്റെ വിഗ്രഹത്തിൽ എണ്ണ ഒഴിക്കുക. ഇങ്ങനെ ചെയ്താൽ ദോഷങ്ങൾ മാറും. ജീവിതത്തിൽ ശനിദോഷങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ഈ ദിവസം ശനിദേവന്റെ അടുത്ത് ഉപ്പ് പുരട്ടിയ ജമ്മി ഇലകൾ വെക്കുക. ജമ്മി ഇലകൾ എടുത്ത് അതിൽ അല്പം ഉപ്പ് പുരട്ടി ആ ഇലകൾ ശനി വിഗ്രഹത്തിന്റെ അടുത്ത് വെച്ച് നമസ്കരിച്ച് വീട്ടിലേക്ക് വരിക. അതുപോലെ ഒരു പിടി കറുത്ത എള്ള് എടുത്ത് ഗ്രഹങ്ങളിൽ ശനി വിഗ്രഹത്തിന്റെ അടുത്ത് വെച്ച് നമസ്കരിക്കുക. ഈ ദിവസം ശനിദേവന് വളരെ ഇഷ്ടപ്പെട്ട ദിവസമായതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ ശനിദോഷങ്ങൾ ഉണ്ടാവില്ല. ശനിദേവന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച് അഷ്ടൈശ്വര്യങ്ങളും ഭോഗഭാഗ്യങ്ങളും ഉണ്ടാകും. അതുപോലെ ഈ പുഷ്യ പൗർണമി ദിവസം അരയാൽ മരത്തിന്റെ അടുത്ത് ദീപം വെക്കുക. അല്ലെങ്കിൽ ജമ്മി മരത്തിന്റെ അടുത്ത് ദീപം വെക്കുക. ദീപം എങ്ങനെ വെക്കണമെന്നാൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് 8 തിരികൾ വെവ്വേറെ വെച്ച് അരയാൽ മരത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ജമ്മി മരത്തിന്റെ അടുത്ത് ദീപം
കൊളുത്തുക. ഇങ്ങനെ ചെയ്താലും ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കും. എല്ലാ ശനിദോഷങ്ങളും മാറും. അതുപോലെ ഈ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താലും, കറുത്ത ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുത്താലും, നായ്ക്ക് ഭക്ഷണം കൊടുത്താലും പ്രത്യേകമായി ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്ന് വെളുത്ത എള്ള് ശർക്കരയും ചേർത്ത് ഭക്ഷണം കഴിച്ചാൽ ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ വീട്ടിലെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും മാറി സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ പൂർവികർ പുഷ്യ പൗർണമി ദിവസം ശർക്കരയും എള്ളും ചേർത്ത് കഴിച്ചിരുന്നു. ഇന്ന് ഇത് കഴിക്കുന്നതിലൂടെ മാനസിക രോഗങ്ങളും സുഖപ്പെടും. ശരീരത്തിന് ബലം ലഭിക്കും. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്താലും ഇല്ലെങ്കിലും എള്ളും ശർക്കരയും ചേർത്ത് പലഹാരങ്ങൾ എല്ലാവരും കഴിക്കുക. സകല ദേവതകളുടെ അനുഗ്രഹവും ശക്തിയും നേടുക. ഇതിന് പിന്നിലെ ശാസ്ത്രീയ വശം നോക്കിയാൽ ഈ രണ്ട് വസ്തുക്കളും മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ച് തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. മാത്രമല്ല, ഇന്ന് എള്ളും ശർക്കരയും കഴിക്കുന്നതിലൂടെ ശനിദേവന്റെ അനുഗ്രഹവും ലഭിക്കും. ശനിദോഷങ്ങളും ഗ്രഹദോഷങ്ങളും മാറും. ശനി ധർമ്മദർശിയാണ്. നീതിയും സത്യവും ധർമ്മങ്ങളും ഉയർത്തിക്കാട്ടുന്നവനാണ്. സർവ്വജീവികളുടെയും സമസ്ത വിശ്വപ്രേമത്തെയും പവിത്രതയെയും ഉദ്ധരിക്കുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് എള്ള് സേവിച്ച് നിയമനിഷ്ഠകൾ പാലിക്കുകയാണെങ്കിൽ ശനിയുടെ അനുഗ്രഹം നേടാം. അതുപോലെ പുഷ്യ പൗർണമി വേദാധ്യയനത്തിന് വളരെ വിശിഷ്ടമായി പറയപ്പെടുന്നു. ശ്രാവണ പൗർണമി മുതൽ പുഷ്യ പൗർണമി വരെ വേദങ്ങളും മന്ത്രങ്ങളും പഠിക്കാൻ അനുയോജ്യമായ സമയമാണെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. പുഷ്യ പൗർണമിയെ മഹാപൗഷി എന്ന് പറയുന്നു. ഈ ദിവസം നദിയിൽ സ്നാനം ചെയ്യുന്നത് വഴി സകല പാപങ്ങളും ഇല്ലാതാകും. ഇന്ന് ചെയ്യുന്ന ദാനങ്ങളാൽ പുണ്യഫലം അധികമായിരിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഇന്ന് കുജദോഷം, കാലസർപ്പദോഷം, സർപ്പദോഷം ഉള്ളവർ, വിവാഹം വൈകുന്നവർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ആരാധനയും അങ്കാരഗ്രഹ ആരാധനയും ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുപോലെ ഇന്ന് വെളുത്ത എള്ളുകൊണ്ട് ദേവതർപ്പണവും കറുത്ത എള്ളുകൊണ്ട് പിതൃതർപ്പണവും ചെയ്യണമെന്ന് ധർമ്മസിന്ധു വിശദീകരിക്കുന്നു. ഇന്ന് ആരെല്ലാം എള്ളും ശർക്കരയും ഒരുമിച്ച് കഴിക്കുന്നുവോ അവരുടെ ജന്മങ്ങളിലെ പാപങ്ങളും ദോഷങ്ങളും ദാരിദ്ര്യവും ഇല്ലാതാകും. ശരീരത്തിന് ബലവും തേജസ്സും ലഭിക്കും. എന്തിനേയും നേടാനുള്ള ധൈര്യം ലഭിക്കും. മാനസിക രോഗങ്ങൾ മാറിപ്പോകും. 100 വർഷം ആരോഗ്യത്തോടെ ജീവിക്കും. അഷ്ടദാരിദ്ര്യങ്ങൾ മാറി അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, വളരെ ശക്തിയുള്ള ഈ പുഷ്യ പൗർണമി ദിവസം സൂര്യോദയം മുതൽ 5 നാഴിക, സൂര്യോദയം മുതൽ 2 നാഴിക വരെ സൂര്യൻ വിശിഷ്ടമായ തേജസ് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. സൂര്യകിരണങ്ങൾ ജീവിയുടെ ചൈതന്യത്തെ ഊർധ്വമുഖമായി പ്രസരിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ 2 മണിക്കൂർ സമയത്ത് സൂര്യ ആരാധന ചെയ്യണം. സൂര്യൻ ദോഷങ്ങളോടുകൂടി വെള്ളം എടുത്ത് അർഘ്യം അർപ്പിക്കണം. സൂര്യനെ നമസ്കരിക്കണം. അതിലൂടെ സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ പതിച്ച് സൂര്യലോകത്തിൽ 1000 വർഷം സുഖമായി ജീവിക്കും. അതുകൊണ്ട് ഓരോരുത്തരും പുഷ്യ പൗർണമി ദിവസം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. മറക്കാതെ എള്ളും ശർക്കരയും കഴിക്കുക. ശനിദേവന്റെ അനുഗ്രഹം നേടി നിങ്ങൾക്കുള്ള ദാരിദ്ര്യം ഇല്ലാതാക്കി സന്തോഷത്തോടെ ജീവിക്കുക.